ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ, ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ വഴിമറന്നു പോയോ, ഒരു കഥയായി അവളകലും, അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും. അലയുമൊരു കാറ്റിൻ ഇതളുകളായി വിട പറയാൻ ഇന്നെന്തേ ഈ വഴിയിൽ വഴിമറയുമേതോ നിഴലിൻ വിരലുകളാ, അരികിലൊരോമൽ തിരിയണയും നിമിഷമിതോ. ഈ ഷെഡ് എത്ര കാലമായല്ലേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളെല്ലാവരും കൂടെ അന്നൊരു പ്ലാൻ ഇട്ടായിരുന്നു, ഇവിടെ ഒരു ഈവനിങ് കഫേ തുടങ്ങാൻ വേണ്ടിയിട്ട്. പേരൊക്കെ ഇട്ട് മൂൺ, പിന്നെ നടന്നില്ല. ഓ, എനിക്ക് ഓർമ്മയുണ്ടാ ഈ ഷെഡില് നമ്മൾ രണ്ടുപേരും ആദ്യം വന്ന ദിവസം? അന്നൊക്കെ ഞാൻ തൻ്റെ മനസ്സിൽ എങ്ങനെങ്കിലും ഒന്ന് സ്ഥാനം പിടിക്കാൻ വേണ്ടി കിടന്ന് ഓടി കഷ്ടപ്പെടുകയായിരുന്നു. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലേ. നമ്മളിങ്ങനെ പരിചയമില്ലാത്ത കുറേ ആൾക്കാരെ കാണും, ഓരോരോ ബന്ധങ്ങൾ സ്ഥാപിക്കും, പിന്നെ പിന്നെ നമ്മൾ പോലും അറിയാതെ ആ ബന്ധങ്ങളൊക്കെ അങ്ങ് വലുതാവും. കുറെ ആഗ്രഹങ്ങൾ മനസ്സിൽ വരും. ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ആഗ്രഹമൊന്നുമില്ല. ഒരു ജീവിതകാലം മൊത്തം നീളമുള്ള ആഗ്രഹമായിരിക്കും. അവസാനം ചിലതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പോവും. ഇല്ലടോ, ഇപ്പൊ ഇത് കൈവിട്ടു പോയതല്ലേ. അപ്പൊ കൈവിട്ടു പോയെന്ന് നീ തീരുമാനിച്ചോ? എന്റെ പൊന്ന് മെർലിനെ, പിന്നെ ഞാൻ അല്ല പിന്നെ വേറെ എന്ത് പറയണമെന്ന് നടത്താൻ പറയണേ? താൻ ചുമ്മാ എന്നെ നിലയിലെ കഴുത്തിൽ താത്തല്ലേ കേട്ടാ. എനിക്കെല്ലാം കൂടെ ആലോചിച്ചിട്ട് ചുമ്മാ ഭ്രാന്ത് പിടിക്കുകയാണ് ഇവിടെ. എനിക്കറിയാം കേശു, പക്ഷെ എന്തോ ദിവസങ്ങൾ കഴിയുന്തോറും ഉള്ളിലൊരു പേടി പോലെ ധൈര്യമൊക്കെ മൊത്തത്തിൽ ചോർന്നു പോകുന്നു. കാണുന്നവർക്ക് നമ്മുടെ ഇഷ്ടം വെറും കുട്ടി പ്രേമം മാത്രമായിരിക്കും, പക്ഷെ നമുക്കല്ലേ അറിയുള്ളൂ നമ്മളെത്ര സീരിയസ് ആണ്. കാണുന്നവരെന്തേലും പറയട്ടെ, നമുക്കെന്തര്? നമ്മുടെ ഇഷ്ടം നമുക്കിറങ്ങിയാ പോലെ. മനുഷ്യന് കഴിയാത്തത് കർത്താവിന് കഴിയുമെന്നല്ലേ പറയുന്നേ. അവിടുത്തെ തീരുമാനങ്ങളല്ലേ നടക്കൂ. ഇനി കർത്താവ് തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. എന്നാ ഞാൻ പോട്ടെ. ഒന്നിനെ ഒരു കണക്കിന് പറഞ്ഞ നമ്മള് കാണാതിരിക്കണായിരുന്നില്ലേ നല്ലത്? അതാകുമ്പോ പിന്നെ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലേ. താനും സന്തോഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരാളാ. ഇപ്പൊ ചുമ്മാ ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ. തനിക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ അതോ പഴയ പോലെ സ്നേഹമുണ്ടോ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല കേശു. എനിക്ക് ദേഷ്യം എന്നോട് തന്നെ. പറഞ്ഞേ, ചുമ്മാ കരയിലതോ ലച്ചേച്ചിക്ക് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ അവിടെ മൊത്തം തപ്പി കിടക്കുമായിരുന്നു. കരഞ്ഞല്ലേ? ഏയ് ഇല്ല ചേച്ചി. എന്താടാ ഇത്? ഇന്നല്ലേ ചേച്ചി ഭയങ്കര
സമാധാനവും സന്തോഷമൊക്കെ ഉള്ളതുകൊണ്ടേ ഇങ്ങനെ ഒന്നും. സത്യം പറയുന്നത് വിഷയമാണല്ലോ. ഞങ്ങൾക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല, എല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനേ പറ്റുന്നുള്ളൂ. എന്താ ചേച്ചി എന്നാ നോക്കണേ? ഓ ഇനിയിപ്പോ എന്നെ എന്തേലും 10 പള്ളു പറ, അതാകുമ്പോ പിന്നെ കുറച്ച് സമാധാനം കിട്ടുമല്ലോ ചേച്ചിക്കെങ്കിലും. എടാ നിന്നെ ഞാൻ എന്ത് പറയാനാ? 2 പേരോടും ചേർന്ന് ഒരു കാര്യം പറയാനുള്ളൂ. ദയവേത് ഈ എടുത്തയാട് തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ, ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. ഡാഡി ഉണ്ട്, ഇപ്പൊ തുടങ്ങും വിളി. എന്ത് പോക്കത്? സിദ്ധുവിന്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് പോവാം. വാ നീ വന്നില്ലടാ? ഇല്ല ചേച്ചി, ഞാൻ കുറച്ചുകൂടെ നിന്നിട്ട് വരാം. എടാ വാടാ. കുഴപ്പമില്ല ചേച്ചി, ചെല്ല്. അപ്പൂപ്പനെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നേ? ഞാൻ വെറുതെ നോക്കി മക്കളെ. അപ്പൂപ്പൻ ഇവിടെ ഇരിക്കുവായിരുന്നു. ഞാൻ ഓർത്തേ അപ്പൂപ്പൻ നല്ല ഉറക്കത്തിലായിരിക്കും. പറഞ്ഞില്ല. അതെന്താ ഉറക്കം വരാത്തെ? ഉച്ചയ്ക്ക് സാധാരണ 2 അടിച്ചിട്ട് കയറി കിടക്കും. 2 അതൊക്കെ തരാന്ന് എപ്പം തരും? തന്നിരിക്കും. അത് മതി. നടക്കടക്ക്. നിങ്ങളെവിടായിരുന്നു? ഒന്നും പറയണ്ട. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 2 പേരും കൂടെ ആ പാറമടയുടെ അവിടെ ഇരുന്ന് വൻ ചർച്ച. അങ്ങോട്ട് പോയപ്പോഴല്ലേ മനസ്സിലായത് ഒരാൾ അവിടെ കിടന്ന് കരച്ചിലും പിഴിച്ചിലും. മെർലിൻ ചേച്ചി കരഞ്ഞാ? അയ്യോ, എന്താ മോളുടെ മുഖമല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. ஐயோ அம்மா, அவளோட கண்ணை பாருங்க, ரொம்ப அழுத மாதிரி தெரியுது. നിങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ആ കൊച്ചിനെ കരയിപ്പിക്കേ ഉള്ളൂ. അതാ കരയും. എന്തോന്ന് മെർലിനെ ഇങ്ങനെ ഒന്ന് കരയല്ലേ? ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാം, എന്തെങ്കിലൊക്കെ ചെയ്യാം. എന്തിരിയാ എന്ന് അവനെ കണ്ട് പിടിച്ചിറങ്ങി 2 ചിപ്പാ കുറ്റോക്കി കൊടുത്തിട്ട് പിള്ളേരെ കല്യാണം നടത്തി കൊള്ളാന്ന് പറയണം. മെർലിൻ, ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പം മെർലിന്റെ കൂടെ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട്? മെർലിന്റെ വീട്ടിലേക്ക്. ഇപ്പം മെർലിന്റെ ഫാദർ അവിടെ ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും, വരണ്ട. അത് വന്നെന്താ കുഴപ്പം? അദ്ദേഹം നമ്മളെ പോലെ മനുഷ്യൻ തന്നെയല്ലേ, നമ്മളെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ലല്ലോ. ഞാനേ കേശുവിന്റെ അളിയനാ, സത്യം പറഞ്ഞ അവന്റെ ചേട്ടൻ തന്നെ. ഞാൻ വന്ന കാര്യങ്ങൾ സംസാരിക്കാം. வேண்டாம் சித்து, சொல்றத கேளு, ரொம்ப பிரச்சனை ஆயிடும். എന്തൊരു പ്രശ്നമാവാൻ? ഒരു പ്രശ്നമില്ല, നീ പോയിട്ട് വാടാ. ഇവിടെ ആമ്പിളരുണ്ടെന്നുള്ള അറിയിട്ട്. ജാങ്കോ വെറുതെ വിൽസൺ ഗോമസ് എന്ന് പറഞ്ഞാൽ വള്ളി എടുത്ത് തലയിൽ വെക്കണോ? എന്റെ ലച്ചു, നമ്മളെ ചെന്ന് സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും മെർലിനെ അവര് കെട്ടിച്ചു വിടും. ഇനിയിപ്പോ നമ്മളെ സംസാരിക്കാത്തതിന്റെ പേരിൽ കേശുവിനെ അവര് കൺസിഡർ ചെയ്തില്ല എന്ന് വേണ്ട. അതുകൊണ്ട് ഞാൻ പോയി സംസാരിക്കാം. അളിയ വിചാരിക്കുന്ന പോലെയല്ല, ഡാഡിയുടെ സ്വഭാവം ഒരു പ്രത്യേക ടൈപ്പാ. മെർലിനെ, ഞാൻ ദുബായില് പല രാജ്യക്കാരായിട്ടും പല സ്വഭാവത്തിലുള്ള ആൾക്കാരായിട്ടും ഡീൽ ചെയ്തിട്ടുള്ളതാണ്. അതിന് മേളൊന്നും വരത്തില്ലല്ലോ ഡാഡി.